ഹലോ കൂട്ടുകാരെ, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് സമ്മാനങ്ങളൊക്കെ കൊടുക്കാറില്ലേ? സമ്മാനങ്ങൾ കൊടുക്കുമ്പോൾ നമ്മൾ അത് പൊതിയാറുണ്ട് അല്ലേ? പൊതിയുമ്പോൾ ഗിഫ്റ്റ് പേപ്പർ ഉപയോഗിച്ച് പൊതിയും. എത്ര ഗിഫ്റ്റ് പേപ്പർ വേണമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതെങ്ങനെയാണ് കണ്ടെത്തുക? അതിനാണ് പെരിമീറ്റർ അഥവാ ചുറ്റളവ് എന്ന ആശയം നമ്മൾ പഠിക്കുന്നത്. പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ലൈഫിൽ ഒരുപാട് സന്ദർഭങ്ങൾ ചുറ്റളവ് കാണുന്നതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന്, നമ്മുടെ വീടിന് ചുറ്റുഭാഗത്തും നമ്മൾ ഒരു പ്രാവശ്യം നടക്കുകയാണെന്ന് വിചാരിക്കുക. എത്ര മീറ്റർ നടക്കേണ്ടി വരും? അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലോ സ്കൂളിലോ പൂന്തോട്ടങ്ങളൊക്കെ ഉണ്ടാവാറില്ലേ? അതിന് ചുറ്റും നമ്മൾക്ക് വേലി കെട്ടണം. എത്ര മീറ്റർ കമ്പി വേലി വേണ്ടി വരും? ഇതുപോലെ ഒരുപാട് സന്ദർഭങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ ചുറ്റളവ് കാണുന്നതുമായി ബന്ധപ്പെട്ടാണ് ഉള്ളത്. അപ്പൊ എങ്ങനെയാണ് ചുറ്റളവ് കാണുക എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ പാഠഭാഗത്ത് ചുറ്റളവുമായി ബന്ധപ്പെട്ട് ജസ്റ്റ് പരിചയപ്പെട്ടു പോകുന്നുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും അതിൽ കാണുന്നില്ല. എങ്കിലും LSS പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പോലും ചുറ്റളവുമായി പെരിമീറ്ററുമായി ബന്ധപ്പെട്ടതായിരുന്നു. അതുകൊണ്ട് നമ്മളത് മനസ്സിലാക്കിയേ തീരൂ. നമുക്ക് അത് പരിചയപ്പെടാൻ വേണ്ടി ഒരു ചിത്രം വരയ്ക്കാം. അപ്പോൾ ഇവിടെ ഞാനൊരു ഷേപ്പ് വരച്ചിട്ടുണ്ട്. ഏതാണ് ഈ ഷേപ്പ്? ഇതാണ് റെക്റ്റാങ്കിൾ അഥവാ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് പരിചയപ്പെട്ടതാണ് ചതുരം അഥവാ റെക്റ്റാങ്കിൾ. അപ്പൊ ഇതിന്റെ ലെങ്ത്തും വിഡ്ത്തും നമ്മൾ രേഖപ്പെടുത്താം. ഇതിന്റെ ലെങ്ത് അഥവാ നീളം ഒരു 8 സെന്റിമീറ്റർ നമുക്ക് കൊടുക്കാം. ഇതിന്റെ വിഡ്ത്ത് അഥവാ വീതി നമുക്കൊരു 4 സെന്റിമീറ്ററും കൊടുക്കാം. ഇനി ഇതിന്റെ ചുറ്റളവാണ് നമ്മൾക്ക് കാണേണ്ടത്. എന്താണ് ചുറ്റളവ് എന്ന് പറയുന്നത്? ചുറ്റുമുള്ള അളവാണ് ചുറ്റളവ്. ഏതൊരു ഷേപ്പിന്റെയും ചുറ്റുഭാഗത്തുമുള്ള അളവുകൾ കൂട്ടിയാൽ അതിന്റെ ചുറ്റളവ് അഥവാ പെരിമീറ്റർ ലഭിക്കും. അപ്പൊ ഈ രൂപത്തിന്റെ പെരിമീറ്റർ അഥവാ ചുറ്റളവ് നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ അളവും കൂടെ നമുക്ക് കിട്ടണം. ഇവിടെ 2 അളവുകൾ ഓൾറെഡി തന്നിട്ടുണ്ട്. ഇനി ഇത് 2ഉം കൂടെ കിട്ടണം. എന്നിട്ട് ഇത് 4ഉം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് പെരിമീറ്റർ റെഡിയാണ്. അപ്പൊ നമ്മൾ അത് എങ്ങനെ കിട്ടും? ഈ 2 അളവ് നമുക്ക് എങ്ങനെ കിട്ടും? അത് ചതുരമായതുകൊണ്ട്, റെക്റ്റാങ്കിൾ ആയതുകൊണ്ട് നമ്മൾ നേരത്തെ പഠിച്ചു, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചു, ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ആണ്, അഥവാ എതിർവശങ്ങൾ തുല്യമായിരിക്കും. അതുകൊണ്ട് ഇത് 8 സെന്റിമീറ്റർ ആയതുകൊണ്ട് ഇവിടെയും എന്തായിരിക്കും? 8 സെന്റിമീറ്റർ തന്നെ ആയിരിക്കും. കൃത്യമായി ശ്രദ്ധിക്കണേ. ഇവിടെ 4 ആയതുകൊണ്ട് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇതും 4 സെന്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടും. അപ്പോ ഇവിടെ ഇനി ചുറ്റളവ് കാണാൻ വെരി ഈസിയാണ്. കാരണം ആദ്യം 4 തൊട്ട് തുടങ്ങാം. 4 പ്ലസ് ദെൻ അനദർ നമ്പർ 8 പ്ലസ് അനദർ 4 പ്ലസ് 8. ഇപ്പൊ ഈ 4 എന്ന് പറയുന്നത് ഇതാണ്. വീണ്ടും അടുത്ത 8, വീണ്ടും അടുത്ത 4, അടുത്ത 8. ഇപ്പൊ 4 അളവുകൾ നമ്മൾ ഇവിടെ രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനി ഇതിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കി തരാൻ പോവുകയാണ്. കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, സൂക്ഷിച്ചു നോക്കുക. ഒരു 4 പ്ലസ് 8 കണ്ടോ? നിങ്ങൾ കണ്ടു. അടുത്തൊരു 4 പ്ലസ് 8 കണ്ടു. അതായത് 4 പ്ലസ് 8, 2 4 പ്ലസ് 8 സിമ്പിൾ ആണ്. ഒന്ന് ഇതാണ്, അടുത്തത് ഇതാണ്. ഈ 2 അളവുകളാണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്കൊരു ആശയം രൂപപ്പെടുത്താം. അതായത് 4 പ്ലസ് 8 വീതിയും നീളവുമാണ്. ഓക്കെ, അപ്പൊ 2 നീളവും വീതിയും അഥവാ 2 ഇൻറ്റു 4 പ്ലസ് 8 അഥവാ 2 പ്രാവശ്യം 4 പ്ലസ് 8 വേണം. അഥവാ 2 ഗുണിക്കണം 4 പ്ലസ് 8 എന്ന് പറയുന്നത് 12 ആണ്. ഈസ് ഈക്വൽ ടു 2 12 എത്രയാണ്? 24 അഥവാ 24 എന്ന് ആൻസർ നമുക്ക് ലഭിക്കും. അപ്പോ 4 പ്ലസ് 8 അനദർ 4 പ്ലസ് 8 24 ആണ് ഇതിന്റെ ആൻസർ. അപ്പോൾ ഇതിന്റെ ചുറ്റളവ് 24 എന്ന് നമുക്ക് കിട്ടിയത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഇതിൽ നിന്നും നമ്മൾക്ക് എന്താണ് മനസ്സിലായത്? അതായത് 2 ഗുണിക്കണം 2 ഇൻറ്റു നീളം പ്ലസ് വീതി, നീളം പ്ലസ് വീതി. മനസ്സിലായല്ലോ. അപ്പൊ എന്താ പഠിച്ചത്? ചതുരത്തിന്റെ ചുറ്റളവ് കാണാൻ നമ്മൾ ചെയ്യേണ്ടത് നീളവും വീതിയും തമ്മിൽ 2 കൊണ്ട് ഗുണിക്കുകയാണ് വേണ്ടത്. നീളവും വീതിയും ആഡ് ചെയ്യുക, 2 കൊണ്ട് ഗുണിക്കുക. അപ്പൊ നമുക്ക് ചതുരത്തിന്റെ ചുറ്റളവ് ലഭിക്കും. ഇനി ഇതൊരു ചോദ്യ രീതിയിൽ നമുക്ക് എങ്ങനെ വരും, അതെങ്ങനെ നമുക്ക് ഉത്തരം കണ്ടെത്താം എന്നും കൂടെ നോക്കാം. അപ്പൊ നമുക്കൊരു ഗാർഡൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ ഗാർഡന്റെ ചുറ്റും നമുക്കൊരു വേലി കെട്ടണം. ഈ വേലി കെട്ടാൻ എത്ര മീറ്റർ കമ്പി വേണം എന്നാണ് കണ്ടെത്തേണ്ടത്. അപ്പൊ നമ്മൾ ചോദ്യത്തിൽ ഇതിന്റെ ലെങ്ത്തും വിഡ്ത്തും തന്നിട്ടുണ്ട്. ലെങ്ത് എന്ന് പറയുന്ന നീളം
12 മീറ്റർ ആണ് തന്നിട്ടുള്ളത്. വിഡ്ത്ത് അഥവാ വീതി 8 മീറ്റർ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് അളവുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഗാർഡന്റെ ചുറ്റുഭാഗത്തും വേലി കെട്ടാൻ എത്ര കമ്പി വേണം എന്ന് കണ്ടെത്തണം. ഇതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൽ പറയുന്ന കാര്യങ്ങളെ ഒന്ന് എടുത്ത് ഇങ്ങോട്ട് എഴുതാം. ഇതിന്റെ നീളം എന്ന് പറയുന്നത് 12 മീറ്റർ ആണ്. ഇതിന്റെ വീതി എന്ന് പറയുന്നത് 8 മീറ്റർ ആണ്. ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഇക്വേഷൻ അറിയാലോ. ചുറ്റളവ് കാണാൻ അഥവാ പെരിമീറ്റർ കാണാൻ നമ്മൾ ചെയ്യേണ്ടത് പെരിമീറ്റർ P is equal to 2 into ലെങ്ത് പ്ലസ് വിഡ്ത്ത്. ഇതാണല്ലോ നേരത്തെ നമ്മൾ പഠിച്ചത്. ഇനി ഓരോ അളവുകളും മാറ്റി എഴുതാം. പി എന്ന് പറയുന്നത് ചുറ്റളവ്. ഞാൻ മലയാളവും ഇംഗ്ലീഷും മിക്സ് ചെയ്ത് എഴുതുന്നത് രണ്ട് മീഡിയത്തിലുള്ള കുട്ടികളും നമ്മളെ വീഡിയോ കാണുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ചുറ്റളവ് സമം 2 ഗുണിക്കണം 2 ഇൻറ്റു ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 12 മീറ്റർ ആണ്. 12 പ്ലസ് വിഡ്ത്ത് എന്ന് പറയുന്നത് 8 മീറ്റർ ആണ്. അപ്പൊ 8. അപ്പൊ ഇതിന്റെ ഉത്തരം എത്രയാണ്? 2 ഗുണിക്കണം 12 പ്ലസ് 8 എന്ന് പറയുന്നത് എത്രയാണ്? 20 ആണ്. ഇങ്ങനെ വരും. അപ്പൊ ഇതിന്റെ ആൻസർ ഫൈനൽ എത്രയായിരിക്കും? 2 എത്രയാണ്? 40 ആണ്. 40 മീറ്റർ കമ്പിയാണ് ഈ ഗാർഡന് ചുറ്റും വേലി കെട്ടാൻ ആവശ്യമായത്. ഇനി നിങ്ങൾക്ക് അറിയാത്തവർക്ക്, ഇത് മനസ്സിലാകാത്തവർക്ക് ഒന്നും കൂടെ ഞാൻ വിശദമായിട്ട് പറയാം. ആൻസർ ലഭിച്ചു. 40 മീറ്റർ ആണ് ലഭിക്കുക. ഇനി ഇത് എങ്ങനെയാണ് കിട്ടുക എന്ന് നമുക്ക് ഒന്നും കൂടെ നോക്കാം. ചതുരത്തിന്റെ പ്രത്യേകത നമ്മൾ പഠിച്ചു. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ എതിർവശം എന്ന് പറയുന്നത് ഈ 12ന്റെ അഥവാ ഈ അളവിന്റെ വശത്തിന്റെ എതിർവശം എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പൊ ഇതും 12 മീറ്റർ ആയിരിക്കും. ഇതിന്റെ എതിർവശം എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ്സ് ഇവിടെ ആയിരിക്കും. അപ്പൊ ഇത് ഇങ്ങനെയാണ് വരിക. അപ്പൊ ഇതില് 8 നമ്മൾ ഇവിടെ എഴുതിയത് പ്രകാരം 12ഉം 8ഉം ഇവിടെ അടുത്ത നീളവും വീതിയും. അപ്പൊ ഇതിൽ എന്തുണ്ട്? ഒരു 12 പ്ലസ് 8 പ്ലസ് 12 പ്ലസ് 8 ഇങ്ങനെയാണ് ചുറ്റുമുള്ള അളവ് വരിക. ഇതില് നേരത്തെ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിൽ മാർക്ക് ചെയ്തതുപോലെ 12 പ്ലസ് 8 2 പ്രാവശ്യം വരുന്നുണ്ട്. അതുകൊണ്ടാണ് 2 തവണ 12 പ്ലസ് 8നെ കൂട്ടണം. അഥവാ 2 ഗുണിക്കണം 12 പ്ലസ് 8 അഥവാ ഒരു നീളവും വീതിയും 2 പ്രാവശ്യം ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ 2 ഗുണിക്കണം 20 കിട്ടിയത്. പിന്നീട് അതിൽ നിന്ന് നമുക്ക് 40 മീറ്റർ എന്ന് ലഭിച്ചത് ഇത്തരത്തിലാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, അടുത്തതായിട്ട് ഒരു ചോദ്യം കൂടെ നോക്കാം. ഉവൈസ് എന്ന് പറയുന്ന ഒരു കുട്ടി തൻ്റെ കൃഷിത്തോട്ടത്തിന് ചുറ്റും എല്ലാ ദിവസവും ഒരു പ്രാവശ്യം നടക്കാറുണ്ട്. ആ കൃഷിത്തോട്ടമാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം എത്ര മീറ്റർ നടക്കും എന്നതാണ് ചോദ്യം. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന അളവുകളെ നമുക്ക് ആദ്യം നോക്കാം. ലെങ്ത് തന്നിട്ടുണ്ട്. ലെങ്ത് എന്ന് പറയുന്നത് 7 മീറ്റർ ആണ് തന്നിരിക്കുന്നത്. വിഡ്ത്ത് എന്ന് പറയുന്നത് 5 മീറ്റർ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നീളവും വീതിയും ഇവിടെ തന്നിട്ടുണ്ട്. ഇനി ചുറ്റളവ് കാണാൻ വളരെ എളുപ്പമാണ്. നേരത്തെ നമ്മൾ പഠിച്ചു. ചുറ്റളവ് ഇസ് ഈക്വൽ ടു 2 ഗുണിക്കണം നീളം പ്ലസ് വീതി. ഇതാണ് ചുറ്റളവ് കാണാനുള്ള സൂത്രം അഥവാ സൂത്രവാക്യം, ഇക്വേഷൻ നമ്മൾ പഠിച്ചു. ഇനി ഇതിലേക്ക് നമ്മൾ ഈ സംഖ്യയെ പ്രയോഗിക്കാൻ പോവുകയാണ്. 2 ഗുണിക്കണം നീളം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ലെങ്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് 7 ആണ്. 7 പ്ലസ് വിഡ്ത്ത് എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ അതിവിടെ രേഖപ്പെടുത്തി. 2 ഗുണിക്കണം 7 പ്ലസ് 5 എന്ന് പറയുന്നത് 12 ആണ്. അപ്പൊ അങ്ങനെ അവസാനം നമുക്ക് എന്ത് കിട്ടും? 2 12 എന്ന് പറയുന്നത് 24 മീറ്റർ ആണ്. ഉവൈസ് തന്റെ കൃഷിത്തോട്ടത്തിന് ചുറ്റും ഒരു പ്രാവശ്യം നടക്കുമ്പോൾ ആകുന്നത് 24 മീറ്റർ നടക്കും ഒരു ദിവസം. അപ്പൊ ഇതുവരെ നമ്മൾ പഠിച്ചത് നീളവും വീതിയും തന്നാൽ ചുറ്റളവ് എങ്ങനെ കണ്ടെത്താം എന്നാണ് പഠിച്ചത്. അഥവാ 2 ഇൻറ്റു ലെങ്ത് പ്ലസ് വിഡ്ത്ത്, 2 ഗുണിക്കണം നീളം പ്ലസ് വീതി. ഈ രീതിയിൽ നമ്മൾ ഒരു നീളവും വീതിയും കിട്ടിയാൽ ചുറ്റളവ് കാണുന്നത് പഠിച്ചു. ഇനി നമ്മൾ നേരെ തിരിച്ച് ഈ ചോദ്യത്തെ നോക്കാൻ പോവുകയാണ്. അങ്ങനെയും ചോദ്യം വരാം. ചുറ്റളവ് നിങ്ങൾക്ക് നൽകും. പെരിമീറ്റർ ആദ്യം നൽകും. ഏതെങ്കിലും ഒരു വശവും നൽകും. എന്നിട്ട് എങ്ങനെയാണ് ബാക്കി 3 വശങ്ങൾ കണ്ടെത്തുക, അല്ലെങ്കിൽ തന്നിരിക്കുന്ന വശത്തിന്റെ ഓപ്പോസിറ്റ് സൈഡ് അല്ല, നിയറസ്റ്റ് സൈഡ് എങ്ങനെയാണ് നമുക്ക് അളവ് കണ്ടെത്തുക എന്നാണ് നോക്കാൻ പോകുന്നത്. അതൊരു ചോദ്യത്തിന്റെ മാതൃകയിൽ പരിചയപ്പെടാം. ഇത് ചതുരാകൃതിയിലുള്ള ഒരു വീടാണ്. ചോദ്യം ഇങ്ങനെയാണ് വരിക.
സബ്ഹാൻ തൻ്റെ വീടിന് ചുറ്റും ഡെയിലി ഒരു പ്രാവശ്യം നടക്കാറുണ്ട്. അങ്ങനെ ഒരു പ്രാവശ്യം നടക്കുമ്പോൾ 200 മീറ്റർ ആണ് ആവാറുള്ളത്. വീടിന്റെ ഒരു വശത്തിന്റെ അളവ് 40 മീറ്റർ ആണെങ്കിൽ ബാക്കി 3 വശത്തിന്റെ അളവ് എത്രയായിരിക്കും? ചോദ്യം ക്ലിയർ ആയല്ലോ. ഒരു പ്രാവശ്യം നടക്കാൻ വേണ്ടത് 200 മീറ്റർ ആണ് ഒരു പ്രാവശ്യം നടന്നാൽ ആവുക. അപ്പോൾ ഒരു വശത്തിന്റെ അളവും തന്നിട്ടുണ്ട് 40 മീറ്റർ ആണ് എങ്കിൽ ബാക്കി 3 വശത്തിന്റെ അളവാണ് നമ്മോട് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തന്ന അളവുകളൊക്കെ ആദ്യം രേഖപ്പെടുത്തിക്കൊണ്ട് തുടങ്ങാം. ചുറ്റളവാണ് ആദ്യം തന്നത്, അഥവാ ചുറ്റും നടക്കാൻ ആവശ്യമായ അളവ് എന്ന് പറയുന്നതാണ് പെരിമീറ്റർ അഥവാ ചുറ്റളവ്. അതാണ് നമ്മൾ ആദ്യം പഠിച്ചിരുന്നത്, ഉത്തരമായി കാണാൻ വേണ്ടി പഠിച്ചിരുന്നത്. അതാണ് ഇപ്പോൾ ചോദ്യത്തിൽ ആദ്യം തന്നിരിക്കുന്നത്. ഇനി ആ ചുറ്റളവ് എന്ന് പറയുന്നത് അപ്പോൾ 200 മീറ്റർ ആണ്. അപ്പോൾ ഒരു പ്രാവശ്യം നടക്കാൻ വേണ്ട അളവ് എന്ന് പറയുന്നത് തന്നെയാണ് ചുറ്റുമുള്ള അളവ് അഥവാ ചുറ്റളവ് പെരിമീറ്റർ. അത് തന്നിരിക്കുന്നത് ഈ രീതിയിലാണ്. നിങ്ങൾക്ക് എപ്പോഴും ചോദ്യത്തിൽ ചുറ്റളവ് ചുറ്റളവ് എന്ന് പറഞ്ഞു കൊള്ളണമെന്നില്ല, ഇങ്ങനെയും വരാം. ഒരു വശത്തിന്റെ അളവും കൂടെ തന്നിട്ടുണ്ട്, അഥവാ ഒരു വശം എന്ന് പറയുന്നത് ഒരു സൈഡിന്റെ അളവ് എന്ന് പറയുന്നത് 40 മീറ്റർ ആണ് തന്നിരിക്കുന്നത്. ഇത് നീളമാണോ വീതിയാണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഏതായാലും ഒരു വശം തന്നു കഴിഞ്ഞാൽ ബാക്കി 3 വശം എങ്ങനെ കണ്ടെത്തും എന്നതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഏതായാലും ചുറ്റളവ് 200 മീറ്റർ ആയ സ്ഥിതിക്ക് ഒരു ഈ ഭാഗവും നമ്മൾ ഇങ്ങനെയാണ് നേരത്തെ പഠിച്ചത്, ഓർമ്മയുണ്ടല്ലോ. ഇങ്ങനെ നീളവും വീതിയും മനസ്സിലായല്ലോ. അപ്പൊ 200 മീറ്റർ ആണ് ചുറ്റുമുള്ള അളവ് എങ്കിൽ ഈ നീളവും വീതിയും 100 ആയിരിക്കും. ഈ നീളവും വീതിയും 100 ആയിരിക്കും. ക്ലിയർ ആയല്ലോ. അപ്പോ ഈ 100ൽ നിന്ന് നമുക്ക് അടുത്ത വശം കണ്ടെത്താൻ സാധിക്കും. അപ്പൊ ഇതിൽ ഏതോ ഒന്ന് 40 ആണെന്ന് പറയുന്നത്. 100ൽ ഇത് 40 അഥവാ വീതിയാണ് 40 എങ്കിൽ നീളം എത്രയായിരിക്കും? 60 ആയിരിക്കും. അപ്പം അങ്ങനെ തന്നെയാണ് ശരി. കാരണം വീതിയും നീളവും തമ്മിൽ നീളമായിരിക്കും എപ്പോഴും അധികം ഉണ്ടാവുക, കൂടുതൽ ഉണ്ടാവുക. അപ്പൊ 40 എന്ന് നമുക്ക് ആ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും അത് വീതി തന്നെ ആയിരിക്കുമെന്ന്. ഓക്കെ, ഏതായാലും നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്. 100 ആണ് നീളവും വീതിയും കൂടി ഉണ്ടാവുക. അപ്പുറത്തും ഒരു 100 ഉണ്ടാവും, രണ്ടും കൂടെ 200 ആണ്. അപ്പോൾ ഇതിൽ ഒരു വശം 40 എന്ന് തന്നതുകൊണ്ട് 100ലെ 40 100, അഥവാ 100ൽ നിന്ന് 40 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 100ലേക്ക് 60 ആണ് ഇനി ബാക്കിയുള്ളത്. അപ്പം അടുത്ത വശവും നമുക്ക് കിട്ടി. ഈ രണ്ട് വശവും കിട്ടിക്കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ഇതും 60 ആയിരിക്കും, ഇതിന്റെ ഓപ്പോസിറ്റ് ഇത് 40 ആയിരിക്കും. ഇതാണ് ഒരു രീതി എന്ന് പറയുന്നത്. ഇത്രയും പറഞ്ഞതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഏതായാലും ഒന്നും കൂടെ പറയാം. നമുക്ക് ചുറ്റളവ് തന്നിട്ടുണ്ട് 200 മീറ്റർ ആണ്. ചുറ്റളവ് ഏത് രീതിയിലാണ് തന്നത്? ഒരു പ്രാവശ്യം നടക്കുമ്പോൾ 200 മീറ്റർ ആകും എന്ന രീതിയിലാണ് തന്നത്. അതാണ് ചുറ്റളവ് എന്ന് പറയുന്നത്. ഒരു വശം 40 എന്നും തന്നിട്ടുണ്ട്. അപ്പൊ 40ൽ നിന്നാണ് നമ്മൾ ബാക്കി അളവുകളൊക്കെ കണ്ടെത്തിയത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ആദ്യം ഉപയോഗിച്ചത്, അഥവാ ഒരു നീളവും വീതിയും ഈ ചുറ്റളവിന്റെ പകുതി ആയിരിക്കും, അല്ലെ? 200 മീറ്ററിന്റെ പകുതി ആയിരിക്കും ഒരു നീളവും ഒരു വീതിയും. 2 ഗുണിക്കണം നീളവിന്റെ വീതിയാണല്ലോ നമ്മൾ പഠിച്ചത്. അതുകൊണ്ട് 100 ഇവിടെ ഉണ്ടാകും, 100 ഇവിടെ ഉണ്ടാകും. ഇതിൽ ഒരു വശം 40 ആണ്, 40 ആകുമ്പോൾ ഇവിടെ 60 ആയിരിക്കും. ക്ലിയർ ആയല്ലോ. മറ്റൊരു രീതിയിൽ കൂടെ നമുക്ക് നോക്കാം. അതായത് നമ്മുടെ വീടിന്റെ ചുറ്റളവ് 200 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്, ഒരു വശം 40 മീറ്റർ എന്നും തന്നിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഒരു വശം 40 ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡും എത്രയായിരിക്കും? അഥവാ അതിന്റെ എതിർവശം ഇത് 40 ആണെങ്കിൽ ഇവിടെയും 40 ആയിരിക്കും. ശരിയാണല്ലോ. അപ്പോ 40 + 40 80 എന്ന ഉത്തരം കിട്ടും. നമുക്ക് 80 എന്ന ഉത്തരം കിട്ടും. എങ്ങനെയാണ് കിട്ടിയത്? ഒരു വശം 40 ആയതുകൊണ്ട്, ചതുരമായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഓപ്പോസിറ്റ് സൈഡും 40 ആയിരിക്കും, അഥവാ സെയിം അളവായിരിക്കും. അപ്പോൾ 40 + 40 80 ആണ്. നമ്മുടെ ആകെ ചുറ്റളവ് എത്രയാണ്? 200 ആണ് ചുറ്റളവ് എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് വശം ഒരുപോലെയുള്ള രണ്ട് വശം 80 ആണെങ്കിൽ ഈ 200 മീറ്ററിൽ നിന്ന് 80 മൈനസ് ചെയ്യണം. അപ്പൊ 200ൽ നിന്ന് ആകെ ചുറ്റളവിൽ നിന്ന് രണ്ട് വശം മൈനസ് ചെയ്യാൻ പോവാണ്. ഈ രണ്ട് വശം കിട്ടിയത് എങ്ങനെയാണ്? ഒരു വശം നമുക്ക് തന്നു, അതിന്റെ ഓപ്പോസിറ്റ് വശവും കൂടെ നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ രണ്ട് വശം, ചതുരത്തിന്റെ രണ്ട് വശം ആഡ് ചെയ്തപ്പോൾ കിട്ടിയ 80നെ മൈനസ് ചെയ്തു. 120 എന്നാണ് നമ്മൾക്ക് ലഭിക്കുക. ഈ 120 എന്താണ്? ബാക്കിയുള്ള രണ്ട് വശവും കൂടെ കൂട്ടിയതാണ്. ബാക്കിയുള്ള രണ്ട് വശം എന്ന് പറയുന്നത് ഈക്വൽ ആണല്ലോ. അതുകൊണ്ട് 120ന്റെ പകുതി ആയിരിക്കും ഓരോ വശവും ഉണ്ടായിരിക്കുക. 120നെ 2 കൊണ്ട് ഹരിക്കുക, അഥവാ രണ്ട് ഭാഗമാക്കി മാറ്റുക. രണ്ട് പാർട്ടാക്കി മാറ്റിയാൽ ഒരു ഭാഗം 60 എന്ന് കിട്ടും. അപ്പൊ ചതുരത്തിന്റെ
ഒരു സൈഡ് ഒന്ന് 40 ആണ്, അടുത്ത സൈഡ് 60 മീറ്റർ ആണ് എന്ന് നമുക്ക് ലഭിക്കും. അതെങ്ങനെയാണ് രണ്ടാമത്തെ രീതിയിൽ നമ്മൾ ചെയ്തപ്പോൾ കിട്ടിയത്? 40 ഒരു ഭാഗം 40 ആണ്, രണ്ട് 40 തമ്മിൽ ആഡ് ചെയ്തു 80 എന്ന് കിട്ടി. 80 എന്ന് കിട്ടിയപ്പോൾ ആകെ ചുറ്റളവായ 200 മീറ്ററിൽ നിന്ന്, അഥവാ 200ൽ നിന്ന് 80 മൈനസ് ചെയ്തപ്പോൾ ബാക്കി രണ്ട് വശത്തിന്റെ അളവായ 120 കിട്ടി. 120നെ രണ്ട് ഭാഗമാക്കിയപ്പോൾ 60 കിട്ടി. അപ്പൊ ഇനി ഇതിലെ ചതുരത്തിലേക്ക് ഈ അളവുകളൊക്കെ നമുക്ക് രേഖപ്പെടുത്താം. 40 എന്ന് പറയുന്നത് ഇവിടെയാണ് വരിക, കാരണം ഇത് വീതിയാണ്. 60 നീളമാണ്. ഇവിടെയും 40 ആയിരിക്കും, ഇവിടെയും 60 ആയിരിക്കും. ആദ്യം നമ്മൾ ചെയ്തത് എന്തായിരുന്നു? ഇങ്ങനെ ഒരു 100 ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു 100 ഉണ്ട്. ഈ രീതിയിലാണ് ആദ്യം ചെയ്തത്. രണ്ടാമത്തേത് ചെയ്തത് ഈ രീതിയിലുമാണ്. ഇത് രണ്ടും നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഒന്നും കൂടെ നിങ്ങൾ കണ്ട് കൃത്യമായി മനസ്സിലാക്കുക. ഇതേ പാറ്റേണിലുള്ള ഒരു ചോദ്യം കൂടെ നമുക്ക് പരിചയപ്പെടാം. ഒരു ചതുരമാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. നമ്മുടെ ചതുരത്തിന്റെ വശങ്ങളുടെ ആകെ അളവ് എന്ന് പറയുന്നത് 80 സെന്റിമീറ്റർ ആണ്. അതിന്റെ വീതി എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആണ്. ചോദ്യം ഇങ്ങനെയാണ്, ചുറ്റളവ് എന്ന് ഡയറക്റ്റ് ചോദിച്ചിട്ടില്ല. കഴിഞ്ഞ ചോദ്യത്തിൽ നമ്മൾ വീട്ടിന് ചുറ്റും നടക്കുന്നതുമായി ബന്ധപ്പെട്ട് ചുറ്റളവിനെ പരിചയപ്പെടുത്തി. കൃഷിത്തോട്ടത്തിന് ചുറ്റും വേലി കെട്ടുന്നതുമായി ബന്ധപ്പെട്ട് ചുറ്റളവിനെ പരിചയപ്പെടുത്തി. ഇവിടെ ചുറ്റളവ് എന്ന് ഡയറക്റ്റ് ആയിട്ട് പറയാതെ തന്നെ പറഞ്ഞത് ഈ ചതുരത്തിന്റെ വശങ്ങളുടെ അളവ്, ആകെ അളവ് 80 സെന്റിമീറ്റർ ആണ്, അഥവാ ചുറ്റളവാണ് 80 സെന്റിമീറ്റർ എന്ന് പറയുന്നത്. വീതി 10 സെന്റിമീറ്റർ ആണ് എന്ന് തന്നിട്ടുണ്ട്, അഥവാ വീതിയായ ഇവിടെ 10 സെന്റിമീറ്റർ നമുക്ക് ഇവിടേക്ക് മാറ്റി എഴുതാം. വീതി 10 സെന്റിമീറ്റർ. ഇനി നീളമാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. നീളമാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. എങ്ങനെയാണ് കണ്ടെത്തുക? രണ്ട് രീതിയിൽ നമ്മൾ കണ്ടെത്തുന്നത് പഠിച്ചു. അതായത് ഞാൻ ഇതിനെ ഒരു നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു പാർട്ടാക്കി തരാം. അതായത് നമ്മൾ പഠിച്ചു ഒരു നീളവും വീതിയും, അതിനെ 2 കൊണ്ട് ഗുണിച്ചാൽ ചുറ്റളവ് ലഭിക്കും. അപ്പൊ അത് ഇങ്ങനെ ഞാൻ ഒന്ന് വരയ്ക്കാം. ഇത് ഒരു നീളവും ഒരു വീതിയും. ഇത് മൊത്തം 80 ആണെങ്കിൽ ഈ നീളവും വീതിയും കൂടി എന്തായിരിക്കും? ഇത് രണ്ടും കൂടെ 40 ആയിരിക്കും. നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നത് പെട്ടെന്ന് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ കഴിയും. വീണ്ടും ഇവിടെ നീളവും വീതിയും കൂടി 40 ആയിരിക്കും. റെഡിയാണല്ലോ? സെന്റിമീറ്റർ ആണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഇവിടെ ഈ അളവില് സെന്റിമീറ്റർ ആയതുകൊണ്ടാണ് അതൊന്നും വേണ്ട ആവശ്യമില്ല. ഇവിടെ 40 ആണെങ്കിൽ 10 ഇവിടെ വീതിയായിട്ട് തന്നിട്ടുമുണ്ടെങ്കിൽ നീളം എത്രയായിരിക്കും? 40ൽ നിന്ന് 10 മൈനസ് ചെയ്താൽ ബാക്കി 30 ആയിരിക്കും ഇവിടെ അളവായിട്ടുണ്ടാവുക. കാരണം ഇത് രണ്ടും കൂടെ 40 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 10ഉം തന്നിട്ടുണ്ടെങ്കിൽ ഇത് 30 ആയിരിക്കും. അപ്പൊ നീളം 30 എന്ന് നമുക്ക് എളുപ്പത്തിൽ കിട്ടും. ഇത് 30 ആയതുകൊണ്ട് ഇവിടെയും 30 ആയിരിക്കും, ഇത് 10 ആയതുകൊണ്ട് ഇവിടെയും 10 ആയിരിക്കും. അപ്പൊ ചതുരത്തിന്റെ എല്ലാ വശങ്ങളുടെ അളവും നമുക്ക് ഇപ്പോൾ ലഭിച്ചു. ഇനി രണ്ടാമത്തെ രീതി കൂടി ഇതിന്റെ കൂടെ തന്നെ ഞാൻ പറയാം. അതായത് 80 സെന്റിമീറ്റർ ആണ് ആകെ ചുറ്റളവായിട്ട് തന്നിരിക്കുന്നത്. ചുറ്റളവ് സമം 80 സെന്റിമീറ്റർ. ഇതിൽ വീതിയായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് 10 സെന്റിമീറ്റർ ആണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രണ്ട് വീതികൾ എത്രയായിരിക്കും? വീതി 10, അടുത്ത വീതി ഓപ്പോസിറ്റ് സൈഡുള്ള വീതിയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 20. 10 + 10 = 20. 20 സെന്റിമീറ്റർ ആണ് വീതി ഉണ്ടാവുക, ആകെ വീതി. അപ്പൊ ഇത് 80ൽ നിന്ന് 20 മൈനസ് ചെയ്യണം. 80 - 20 = 60 ആണ് ലഭിക്കുക. ബാക്കി രണ്ട് വശങ്ങളുടെയും അളവ് എന്ന് പറയുന്നത് 60 ആണ്. 60നെ വീണ്ടും പകുതിയാക്കുക. 60ന്റെ പകുതി എത്രയാണ്? 60ന്റെ പകുതി കാണാൻ 60നെ 2 കൊണ്ട് ഹരിക്കണം. അപ്പോൾ 30 എന്ന് കിട്ടും. 30 സെന്റിമീറ്റർ ആണ് നീളം എന്ന് പറയുന്നത്. ഈ രണ്ട് രീതിയും നിങ്ങൾ പരിചയപ്പെട്ടല്ലോ. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം ആ രീതിയിൽ നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. അടുത്തതായി സമചതുരത്തിന്റെ ചുറ്റളവാണ് നമ്മൾ കാണാൻ പോകുന്നത്, അഥവാ സ്ക്വയർ. ഇത് വളരെ സിമ്പിൾ ആണ്, നേരത്തെ പഠിച്ച അത്രയൊന്നും പ്രയാസമില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഈ ഒരു വശം, സമചതുരത്തിന്റെ പ്രത്യേകത നമ്മൾ നേരത്തെ പരിചയപ്പെട്ടതാണ്. അതായത് 4 വശവും തുല്യമായിരിക്കും, ഒരേ അളവായിരിക്കും. ഓക്കെ, അപ്പൊ ഇതൊരു 5 എന്നാണെങ്കിൽ 5 സെന്റിമീറ്റർ ആണെങ്കിൽ നേരെ ഈ എല്ലാ ഭാഗവും എന്തായിരിക്കും? 5 സെന്റിമീറ്റർ ആയിരിക്കും. മനസ്സിലായല്ലോ? ഇനി നേരെ മറിച്ച് ഇത് 10 ആണെങ്കിലോ? 10 ആണെങ്കിൽ എല്ലാ ഭാഗവും
10 സെന്റിമീറ്റർ ആയിരിക്കും. ഇനി ഒരു വശം 8 സെന്റിമീറ്റർ ആണെങ്കിലോ എല്ലാ വശവും 8 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു വശം 10 സെന്റിമീറ്റർ ആണെങ്കിൽ സമചതുരത്തിന്റെ ചുറ്റളവ് എങ്ങനെയാണ് കണ്ടെത്തുക നോക്കാം. ഒരു സമചതുരത്തിന്റെ ഒരു വശം 10 സെന്റിമീറ്റർ ആണെങ്കിൽ വളരെ സിമ്പിൾ ആണ്. 4 വശവും 10 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ 10 പ്ലസ് 10 പ്ലസ് 10 പ്ലസ് 10 എത്ര? 1 2 3 4 4 പത്തുകൾ കൂട്ടിയാൽ ചുറ്റളവ് കിട്ടുന്നതായിരിക്കും. അഥവാ 4 ഗുണിക്കണം വശം, അഥവാ ഒരു വശം എന്ന് പറയുന്നത് അതിനെ 4 പ്രാവശ്യം ഗുണിച്ചു കഴിഞ്ഞാൽ, അഥവാ 4 വട്ടം ആ വശത്തെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചുറ്റളവ് ലഭിക്കും. അപ്പൊ 4 ഗുണിക്കണം 10 ഇസ് ഈക്വൽ ടു 40 എന്ന് നമുക്ക് ആൻസർ ലഭിക്കും. വളരെ സിമ്പിൾ ആണ്. ഇനി അടുത്ത ഒരു ചോദ്യം കൂടെ നോക്കാം. ഈ 10ന് പകരം നമുക്ക് ഒരു 8 എന്ന് മാറ്റാം. 8 ആണെങ്കിലോ 8 ഇൻറ്റു 4 ഇസ് ഈക്വൽ ടു 32. ഇങ്ങനെയാണ് ആൻസർ കിട്ടുക. മീറ്റർ ആണെങ്കിൽ മീറ്റർ എന്ന് രേഖപ്പെടുത്തണം, സെന്റിമീറ്റർ ആണെങ്കിൽ സെന്റിമീറ്റർ എന്ന് രേഖപ്പെടുത്തണം. ഇനി നമുക്ക് ചുറ്റളവാണ് തന്നിരിക്കുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ വശം എങ്ങനെ കണ്ടെത്താം? ഈ ഒരു സമചതുരത്തിന്റെ ചുറ്റളവ് നമുക്ക് തന്നിരിക്കുന്നത് ഒരു 20 മീറ്റർ ആണെന്ന് വിചാരിക്കുക. 20 മീറ്റർ ചുറ്റളവുള്ള ഒരു സമചതുരത്തിന്റെ ഒരു വശം എത്രയാണ്? 20നെ 4 ഭാഗങ്ങളാക്കി മാറ്റണം. 20 ഹരിക്കണം 4 ഇസ് ഈക്വൽ ടു എത്രയായിരിക്കും? 20നെ 4 ഭാഗമാക്കിയാൽ 5 ആണ്. 5 മീറ്റർ ആണ് ഒരു വശം ഉണ്ടാകുക. ഇനി ഒരു ചോദ്യം കൂടെ പരിചയപ്പെടാം. സമചതുരത്തിന്റെ ചുറ്റളവ് 100 ആണെന്ന് വിചാരിക്കുക. 100 ആണെങ്കിൽ 100നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 25 എന്ന് കിട്ടും. 25 മീറ്റർ. മീറ്റർ ആണെങ്കിൽ മീറ്റർ, സെന്റിമീറ്റർ ആണെങ്കിൽ സെന്റിമീറ്റർ. ഏതാണോ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് അതിനനുസരിച്ച് അത് രേഖപ്പെടുത്തുക. അപ്പൊ സമചതുരം വളരെ എളുപ്പമാണ്. 4 വശവും ഒരുപോലെ ആയതുകൊണ്ട് ഒരു വശം തന്നാൽ 4 കൊണ്ട് ഗുണിച്ചാൽ ചുറ്റളവ് കിട്ടും. ചുറ്റളവ് തന്നാൽ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വശവും ലഭിക്കും. ഇത്രയും പറഞ്ഞത് ക്ലിയർ ആയിട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് എന്തൊക്കെയാണ്? ചതുരം തന്നാൽ അതിന്റെ ചതുരത്തിന്റെ ചുറ്റളവ് തന്നാൽ നീളവും വീതിയും നമ്മൾക്ക് കണ്ടെത്താൻ കഴിയും. നീളവും വീതിയും തന്നാൽ ചതുരത്തിന്റെ ചുറ്റളവും കണ്ടെത്താൻ നമുക്ക് കഴിയും. അതുപോലെ തന്നെയാണ് സ്ക്വയറിൻ്റെതും നമ്മൾ പഠിച്ചത്. ഓക്കെ, അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.